പിയോഗറ്റ് പാർട്ട് 1 പറയുന്നത് ഇനി പറയാനുള്ള സെക്ഷൻ 10 ആണ്. പ്രൊഹിബിഷൻസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. പ്രൊഹിബിഷൻസ് പറയുന്നത് വിലക്കപ്പെട്ടിട്ടുള്ളത്. അത് നമ്മൾ പിയോഗറ്റ് പാർട്ട് 1 പഠിച്ചതാണ്. പ്രൊഹിബിറ്റഡ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് പല തരത്തിലുള്ളത്, നിയമപരമായിട്ടുള്ള പ്രൊഹിബിഷൻസ്, ജനറലായിട്ടുള്ള പ്രൊഹിബിഷൻസ്, ഈ മറ്റുള്ള ആർട്ടിക്കിളിന് ഡേഞ്ചർ ആകാത്ത രീതിയിൽ ഉള്ള ആർട്ടിക്കിൾ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട്, ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഫോറിൻ വെർഷനാണ് ഇത് സെക്ഷൻ 10 പറയുന്നത്. ഇൻ്റർനാഷണൽ മെയിലിങ്ങിനകത്ത് എന്തൊക്കെയാണ് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് മെയിൻ പോയിൻ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻലാൻഡ് നമ്മൾ വിത്തിൻ ഇന്ത്യ ഇൻലാൻഡ് പോസ്റ്റിൽ എന്തൊക്കെ പ്രൊഹിബിറ്റഡ് ആണോ, പിയോഗറ്റ് പാർട്ട് 1 നമ്മൾ പ്രൊഹിബിഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫോറിൻ കേസിൽ നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് പ്രൊഹിബിറ്റഡ് തന്നെയാണ്. പിന്നെ അഡീഷണൽ കുറച്ച് പറയുന്നില്ല, അഡീഷണലാണ് ഇൻ്റർനാഷണൽ കാര്യങ്ങളിൽ. അതിനകത്ത് പറയുന്നത് അത് ജനറൽ കേസിൽ പറയുന്നത് 3 ടൈപ്പിലുള്ള പ്രൊഹിബിഷൻസ് ആണുള്ളത്. ഒന്ന്, നേച്ചർ ഓർ കാറ്റഗറി ഓഫ് ദ ഐറ്റം വെച്ചിട്ടുള്ള പ്രൊഹിബിഷൻസ്. പിന്നെ അടുത്തത് പ്രൊഹിബിഷൻസ് ഓഫ് എ ജനറൽ നേച്ചർ ഇൻറ്റൻഡഡ് ടു എൻഷ്യൂർ സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ട് പോസ്റ്റൽ സ്റ്റാഫ്. അതായത് പോസ്റ്റൽ സ്റ്റാഫിനോ പിന്നെ എക്യുപ്മെൻറ്റിനോ മറ്റുള്ള പോസ്റ്റൽ ആർട്ടിക്കിൾസിനോ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി, അതിനുള്ള സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രൊഹിബിഷൻസ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സർട്ടൻ ജനറൽ പ്രൊഹിബിഷൻസ് ഹാവിങ് ബ്രോഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനം നോട്ടം വെച്ചിട്ടുള്ള പ്രൊഹിബിഷൻസ്. അങ്ങനെ 3 ടൈപ്പ് പ്രൊഹിബിഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആദ്യം പറയുന്ന 190ാമത്തെ ക്ലാസ്, പ്രൊഹിബിഷൻസ് അറൈസിങ് ഔട്ട് ഓഫ് ദ നേച്ചർ ഓഫ് കാറ്റഗറി ഓഫ് ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളുടെ കാറ്റഗറി വെച്ചിട്ടുള്ള പ്രൊഹിബിഷനാണ് പറയുന്നത്. ഇതിനകത്ത് ലെറ്ററിൻ്റെ കേസ്. ആദ്യം ലെറ്റേഴ്സിനകത്ത് ലെറ്റർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ് ടു പേഴ്സൺസ് അതർ ദാൻ ദ അഡ്രസ് യുവർ പേഴ്സൺസ് ലിവിങ് വിത്ത് ദം. അതായത് ലെറ്റർ കണ്ടെയ്ൻ ചെയ്യേണ്ടത് ആ സെൻഡറിനും അഡ്രസ്സിക്കും അല്ലെങ്കിൽ അഡ്രസ്സിയുടെ കൂടെ താമസിക്കുന്ന ആൾക്കും, ഈ 2 പേരെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെ ആ ലെറ്ററിൽ ഉണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ പ്രിൻറ്റഡ് പേപ്പേഴ്സിൻ്റെ കേസിൽ പറയുന്നത് അതിനകത്ത് പേഴ്സണൽ കറസ്പോണ്ടൻസോ എൻക്ലോഷേഴ്സോ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നെ രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ ലൂസ് അഡ്വർടൈസ്മെൻറ്റ് ഷീറ്റ്സ്. അതായത് രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പേഴ്സിനകത്ത് ലൂസായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ഷീറ്റ്സുകൾ കാണാൻ പാടില്ല. പിന്നെ സ്മോൾ പാക്കറ്റ്സ് അതിനകത്ത് പേഴ്സണൽ കറസ്പോണ്ടൻസ് പാടില്ല. പിന്നെ ടേപ്പ്, വയർ, ഡിസ്ക്, പെൻഡ്രൈവ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് പാടില്ല എന്ന് പറയുന്നു. പിന്നെ ലിറ്ററേച്ചർ ഫോർ ബ്ലൈൻഡിനകത്ത് ബ്രെയിൻലി ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനിത്തിങ് റിട്ടൺ ഇൻ കൺവെൻഷണൽ റൈറ്റിംഗ് ഓർ പ്രിൻറ്റിംഗ് ഓർ എനിത്തിങ് അതർ ദാൻ മെറ്റീരിയൽ ഇൻ ബ്രെയിൻലി. അതായത് ബ്രെയിൻലി ലിപിയിലല്ലാത്ത ഒരു കാര്യങ്ങളും അതിനകത്ത് എഴുതിയോ പിടിക്കുകയും ചേരുന്നതാണ് ലിറ്ററേച്ചർ ഫോർ ദ ബ്ലൈൻഡിനകത്ത് പറയുന്നത്. പിന്നെ പാഴ്സൽസിനകത്ത് ദേ ഷുഡ് നോട്ട് കണ്ടെയ്ൻ ഡോക്യുമെൻറ്റ്സ് ഓർ ഹാവിങ് ദ ക്യാരക്ടർ ഓഫ് കറണ്ട് പേഴ്സണൽ കറസ്പോണ്ടൻസ്. പാഴ്സൽസിനകത്ത് പേഴ്സണൽ കറസ്പോണ്ടൻസ് ഒന്നും പാടില്ല. പക്ഷേ ചില രാജ്യങ്ങളിലോട്ട് ഒരൊറ്റ പേഴ്സണൽ കറസ്പോണ്ടൻസ് പാഴ്സലിൻ്റെ കൂടെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളിലെ കൈക്കും ആവാം. പിന്നെ ഇൻഷ്യൂർ ലെറ്റേഴ്സ് ഷുഡ് നോട്ട് കണ്ടെയ്ൻ എനിത്തിങ് സബ്ജക്ട് ടു കസ്റ്റംസ് ഡ്യൂട്ടി വെൻ അഡ്രസ് ടു കൺട്രീസ് ഡു നോട്ട് അഡ്മിറ്റ് ഡ്യൂട്ടിബിൾ ആർട്ടിക്കിൾസ് ഇൻ ദ ഇൻഷ്യൂർ ലെറ്റർ. ഇൻഷ്യൂർ ലെറ്ററിൻ്റെ കേസിൽ ചില കൺട്രികൾ ഇൻഷ്യൂർ ലെറ്റേഴ്സിനകത്ത് ഡ്യൂട്ടിബിൾ ഗുഡ്സ് അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള കൺട്രീസിലോട്ട് ഇൻഷ്യൂർ ലെറ്റർ അയക്കുമ്പോൾ അതിനകത്ത് ഡ്യൂട്ടിബിൾ ഗുഡ്സ് കാണാൻ പാടില്ല. ഇത്രയുള്ള കാറ്റഗറി ഓഫ് ദ ആർട്ടിക്കിൾ വെച്ചുള്ള പ്രൊഹിബിഷൻസ്. അടുത്ത 191ാമത്തെ ക്ലോസ്, പ്രൊഹിബിഷൻസ് ഇൻറ്റൻഡഡ് ടു എൻഷ്യൂർ സേഫ്റ്റി. അതായത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇൻലാൻഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഷാർപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ പറയുന്നത് ഈ എക്സ്പ്ലോസീവ്, ഇൻഫ്ലേമബിൾ, കത്തുന്ന, ഡേഞ്ചറസ്, ഫിൽത്തി, നോക്ഷ്യസ് എന്നൊക്കെ മലിനമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ലിവിങ് ക്രീച്ചേഴ്സ് അനുവദിക്കത്തില്ല എക്സെപ്റ്റ് ദ ഫോളോയിങ്. അതായത് ബീസ്, ലീച്ചസ്, സിൽക്ക്വോം, തേനീച്ച, പട്ടുനൂൽപ്പുഴു, ഇത് ഒഴികെയുള്ള ഈ ലിവിങ് ക്രീച്ചേഴ്സ് ഒന്നും അനുവദിക്കത്തില്ല. പിന്നെ പറയുന്ന പാരസൈറ്റ്സ് ആൻഡ് ഡെസ്ട്രോയേഴ്സ് ഓഫ് നോഷ്യസ് ഇൻറ്റൻഡഡ് ഫോർ കൺട്രോൾ മേ ബി. അതായത് ഇത് ഈ ഇൻസെക്ട് കൺട്രോളിന് ഉപയോഗിക്കുന്ന ഈ പാരസൈറ്റുകൾ, പിന്നെ നോക്ഷ്യസ് ആയിട്ടുള്ള ഇൻസെക്ട്സിനെ നശിപ്പിക്കുന്ന ഡെസ്ട്രോയേഴ്സ്, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷേ അതിനൊക്കെ ആ ട്രാൻസ്ഫർ നടക്കുന്നത് ഒഫീഷ്യലായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലായിരിക്കണം. അതിനൊക്കെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. 192ാമത്തെ ക്ലോസ്, പ്രൊഹിബിഷൻസ് ഇൻറ്റൻഡഡ് ഫോർ സർട്ടൻ സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതായത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്. അതിനകത്ത് പറയുന്നത് ഈ ഡ്രഗ്സുകൾ, ഡേഞ്ചറസ് ഡ്രഗ്സുകൾ, ഒപ്പിയം, മോർഫിൻ, കൊക്കൈന്,
അത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയക്കാൻ പാടില്ല. പിന്നെ ഒബ്സീൻ പ്രിൻറ്റിങ്, പെയിൻറ്റിങ്, ലിത്തോഗ്രാഫ്, എൻഗ്രേവിങ്, അതായത് ഈ മോശപ്പെട്ട പ്രിൻറ്റിങ്ങുകൾ, പെയിൻറ്റിങ്ങുകൾ, ലിത്തോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ശിലാലേഖകൾ, പിന്നെ എൻഗ്രേവിങ്, കൊത്തുപണി, ഇങ്ങനെയുള്ള സെഡീഷ്യസ്, അതൊക്കെ വാക്കുകൾ. സെഡീഷ്യസ്, ഒബ്സീൻ, ഇൻഡീസൻറ്റ്, ത്രെട്ടണിങ്, ഒഫെൻസീവ് ക്യാരക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്താ പ്രിൻറ്റിങ്, അങ്ങനെയുള്ള ഈ മോശപ്പെട്ട പ്രിൻറ്റിങ്, എഴുത്തുകൾ, പെയിൻറ്റിങ് അങ്ങനെ അയക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്ക് ആ 3 ടൈപ്പ് കഴിഞ്ഞ്. ഏതാ? സേഫ്റ്റി സംബന്ധിച്ച, സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് സംബന്ധിച്ച, പിന്നെ കാറ്റഗറി ഓഫ് ഐറ്റം സംബന്ധിച്ച 3 പ്രധാന ടൈപ്പിലുള്ള പ്രൊഹിബിഷൻസ്. അടുത്തത് പ്രൊഹിബിഷൻസ് അറൈസിങ് ഔട്ട് ദ ഇൻറ്റേർണൽ ലെജിസ്ലേഷൻസ്. അതായത് ഇൻറ്റേർണൽ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ വിത്തിൻ ഇന്ത്യയിലുള്ള കുറച്ച് നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളനുസരിച്ചുള്ള റെഗുലേഷൻസ്. അതിനകത്ത് IPO ആക്ട് വരും, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ട്. ഇതിലൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള റൂൾസുകളിൽ പറയുന്ന പ്രൊഹിബിഷൻസിൻ്റെ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇതിൽ 190ാമത്തെ ക്ലോസിൽ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട്. നമ്മൾ കുറേ ആക്ട് പറഞ്ഞല്ലോ, അതിനകത്ത് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് വഴി ഉള്ള റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ PO പാർട്ട് 1 പറഞ്ഞതാണ്. ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ് ടു സെൻഡ് റിസീവ് എനി ടിക്കറ്റുകൾ, പിന്നെ ലോട്ടറിയുടെ അഡ്വർടൈസ്മെൻറ്റുകൾ, ഇതൊന്നും അയക്കാൻ പാടില്ല. ന്യൂസ് പേപ്പർ പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ്, അതായത് പ്രസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ബുക്സ് ആക്ട് 1867 അതിനകത്ത് അതിൻ്റെ നിയമം പാലിക്കാതെ പ്രിൻ്റ് ചെയ്യും പബ്ലിഷ് ചെയ്യുന്ന ന്യൂസ് പേപ്പറുകൾ അയക്കാൻ പാടില്ല. പിന്നെ പണിഷബിൾ അണ്ടർ സെക്ഷൻ 124A ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ഉള്ള എനി ന്യൂസ് പേപ്പർ, ബുക്ക്, ഡോക്യുമെൻറ്റ് കണ്ടെയ്നിങ് സെഡീഷ്യസ് മാറ്റർ. അതാ ഈ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 124A പ്രകാരം പണിഷബിളായിട്ടുള്ള മാറ്ററുകൾ ഉൾക്കൊള്ളുന്ന ന്യൂസ് പേപ്പറുകളോ ബുക്കുകളോ ഡോക്യുമെൻറ്റുകളോ ഒന്നും അയക്കാൻ പാടില്ല. പിന്നെ മെയിൻ്റനൻസ് ഓഫ് ലാ, അതായത് ഈ പ്രത്യേക വർഗങ്ങളെയോ അല്ലെങ്കിൽ പാർട്ടികളെയോ ഒക്കെ ഇകഴ്ത്തിക്കൊണ്ടും പുകഴ്ത്തിക്കൊണ്ടും എന്നുള്ള കാര്യങ്ങൾ പാടില്ല. പിന്നെ പറയുന്നത് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഒഫൻഡർ, ഒരു ഒഫൻഡറിനെ, അതായത് ഇന്ത്യൻ പീനൽ കോഡിലെ ചാപ്റ്റർ 6 പ്രകാരം ഒഫൻഡർ ആയെന്ന് വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് ഉൾക്കൊണ്ടിരുന്നൂടാ. പിന്നെ ഇപ്പം ഇത് പോസ്റ്റേജ് സ്റ്റാമ്പാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ആർട്ടിക്കിളിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പോസ്റ്റൽ സ്റ്റാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള ഇതെല്ലാം നമ്മൾ മറ്റേ PO പാർട്ട് 1 പറഞ്ഞുകൊണ്ടാണ് ഓടിച്ചു പോകുന്നത്. പിന്നെ സ്റ്റാമ്പ്, എനി സ്റ്റാമ്പ് ദാറ്റ് വാസ് അറ്റ് എ ടൈം, അത് ഒരു സമയത്ത് അങ്ങനെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നിലവിലില്ല. അങ്ങനെയുള്ള സ്റ്റാമ്പുകളൊക്കെ എടുത്ത് ഒട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അതൊന്നും പറ്റത്തില്ലെന്നാണ് അതിനകത്ത് പറയുന്നത്. ഇതൊക്കെയാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ആക്ട് വഴിയുള്ള പ്രൊഹിബിഷൻസിനകത്ത് പറയുന്നത്. അടുത്ത് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ കസ്റ്റംസ് ആക്ട് 1962 ആണ്. 1962 കസ്റ്റംസ് ആക്ട് പ്രകാരമുള്ള കാര്യങ്ങൾ. അതിൽ പറയുന്നത് സെക്ഷൻ 11 ഓഫ് ദ കസ്റ്റംസ് ആക്ട് 1962 എംപവേഴ്സ് ദ ഗവൺമെൻറ് ടു പ്രൊഹിബിറ്റ് ഇമ്പോർട്ട് ഓഫ് സർട്ടൻ ഗുഡ്സ്. അതായത് കസ്റ്റംസ് ആക്ടിലെ സെക്ഷൻ 11 പ്രകാരം ചില ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനും പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നോട്ടിഫിക്കേഷൻസ് ആർ issued by the customs department in the connection from time to time. As these prohibitions apply import through any channel, they also apply to import by post. അതായത് ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ കാലം കഴിയുന്തോറും ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ടൈം ടു ടൈം ഓരോ സമയത്തും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. അതായത് ഏത് ചാനലിൽ കൂടെ ആയാലും, റോഡ്, റെയിൽ, എയർ, ഏത് ചാനലിൽ കൂടെ ആയാലും ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്യാം, ഇന്നതൊക്കെ ഇമ്പോർട്ട് ചെയ്തിടാന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ ഇറക്കിക്കൊണ്ടിരിക്കും. ഇത് നമുക്കും ബാധകമാണ്. അതായത് പോസ്റ്റ് ഓഫീസിനും ഇത് ബാധകമാണ്. ഈ റെസ്ട്രിക്ഷൻസൊക്കെ അവർ പുറപ്പെടുവിക്കുന്ന കാര്യങ്ങളിലെ റെസ്ട്രിക്ഷൻസും അവർ അലോ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കും ബാധകമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ബ്രീച്ച് ഓഫ് കണ്ടീഷനാണ് പറയുന്നത്. ഇനി ഇപ്പോൾ പ്രൊഹിബിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇനി ഇത് തെറ്റിച്ചൊക്കെ അയച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറയുന്നത്. The treatment of articles containing prohibited goods depends upon the prohibitions violated. അതായത് ഓരോ കേസിലും അത് ഏതൊക്കെ രീതിയിൽ അത് വയലേറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ റൂൾസുകൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ്, അതനുസരിച്ചായിരിക്കും ആ ട്രീറ്റ്മെൻറ്റ് വരുന്നത്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വരുന്നത്. അതായത് ചിലപ്പം പിടിച്ചു വയ്ക്കപ്പെടാം, റിട്ടേൺ സെൻറ്റർ അടിക്കാം, സെൻറ്ററിനെതിരെയോ അഡ്രസ്സിക്കെതിരെയോ ലീഗൽ പ്രൊസീഡിങ്സ് ഉണ്ടാവാം, ഡെസ്ട്രോയ് ചെയ്യപ്പെടാം, സീസ് ചെയ്യപ്പെടാം, കോൺഫിസ്കേറ്റഡ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രീച്ച് ഓഫ് കണ്ടീഷൻ്റെ
ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സെൻഡർ, അതായത് സെൻഡർ ഓഫ് ദ പോസ്റ്റൽ ആർട്ടിക്കൽ കണ്ടെയ്നിങ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ബിക്കംസ് ലയബിൾ ടു ദ സെയിം എക്സ്റ്റെൻഡ് ആസ്, അതായത് ഈ പ്രൊഹിബിറ്റഡ് ഗുഡ്സ് അയച്ച സെൻഡർക്കാണ് ഉത്തരവാദിത്തം വരുന്നത്. അതായത് അങ്ങനെ ഈ വെച്ച് അയച്ച ആർട്ടിക്കിളിനകത്തുള്ള കാര്യങ്ങൾ വഴി മറ്റുള്ള ആർട്ടിക്കിളിൽ കേട് വന്നാലോ ആ ഡാമേജിനെല്ലാം ഈ സെൻഡറാണ് ഉത്തരവാദിത്തം വഹിക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ആകുമ്പോഴത്തേക്ക് ആ സെക്ഷൻ തീർന്നു. ഇതുപോലെയുള്ള ഇന്ത്യ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോസ്, അതായത് GK, GA, മാത്സ്, പിന്നെ ഈ പോസ്റ്റൽ മാനുവൽ വോളിയങ്ങൾ, പിയോഗേറ്റ് പാർട്ട് 2, പാർട്ട് 1 ഇതിനൊക്കെ സംബന്ധിച്ചുള്ള തുടർന്നുള്ള വീഡിയോയ്ക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.